பேரு பருந்த, அந்த பருந்து கீழ 100 பசங்க. ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് ഓൾറെഡി എല്ലാവരും ചാടി തുടങ്ങിയിരിക്കുന്നു. ആൻഡ് എല്ലാ ടീമുകളും അവർക്ക് ഒരു പ്രീ പ്ലാൻ ഉണ്ടാവും മാപ്പ്. കാരണം 2 ദിവസം നമ്മൾ ടെസ്റ്റ് സ്ട്രീം നടത്തിയതാണ്. ടെസ്റ്റ് സ്ട്രീംസിൽ ഓൾറെഡി ഏകദേശം അവർക്ക് പൊസിഷനുകളും സ്ഥലങ്ങളും ഒക്കെ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എല്ലാവരും അവരവരുടെയൊക്കെ ഡ്രോപ്സ് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കാം. നമുക്ക് വൺസ് ആൾക്കാർ എല്ലാവരും താഴെ ഇറങ്ങിയതിന് ശേഷം സ്പെക്ക് കുറച്ച് പ്രോപ്പർ ആവത്തുള്ളൂ. കാരണം ആദ്യമേ നമുക്ക് അങ്ങനെ എല്ലാവരുടെയും POV കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഇതിൽ മാത്രം. സോ ഏകദേശം എല്ലാ പ്ലേയേഴ്സും ഇതായിട്ടുണ്ട്. ഈ ഡ്രോപ്പ് സമയത്ത് ഇത് ബഗ്ഗായി വെളിയിൽ പോയി മരിക്കുന്ന എല്ലാവർക്കും റീ എൻട്രി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് അഡ്മിൻസ് അവരുടെ ബാക്ക് എൻഡിൽ നിന്ന് തന്നെ ചെയ്തോളും. ആ റീ എൻട്രി അത് അവർ തന്നെ സെറ്റാക്കി കൊടുത്തോളും. ഈ ഇറങ്ങുന്ന സമയത്തുള്ളത് ബഗ് മാത്രം. ക്വാളിറ്റി പോയേ ഇടയ്ക്ക് ചെറുതായിട്ട് ക്വാളിറ്റി പോകുന്നുണ്ട്. എന്റെ ഒന്ന് എടുത്ത് നോക്കടാ, ക്ലിയർ ആണോ നോക്ക്. നോക്കട്ടെ ഒരു മിനിറ്റ്. എല്ലാവരും ചാടുന്നതേ ഉള്ളൂ. സോ ഗൈസ് ഞാൻ പറയില്ല, ഈ ഡ്രോപ്പ് ടൈമിൽ വരുന്ന എല്ലാ ബഗ്ഗുകൾക്കും നമ്മൾ റീ എൻട്രി. അതായത് ഈ സോണിൽ ഇതായി ഇപ്പോൾ കണ്ട RB7 LZ 2 പേര് അവിടെ സോണിൽ മരിച്ചായിരുന്നു. അവർ രണ്ട് കുറച്ച് പേര് അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. അവരെ നമ്മൾ റീ എൻട്രി ആയിട്ട് അവരുടെ ടീമിൻ്റെ അടുത്ത് അവരെ റീ എൻട്രി ആയിട്ട് അവിടെ തന്നെ കൊണ്ടുവിടുന്നതായിരിക്കും. അത് നിങ്ങൾ നോക്കണ്ട. ആ മരിക്കുന്ന ആൾക്കാരുടെ ഇത് നോക്കണ്ട. കണ്ട ഇപ്പോൾ സോണിൽ NTX ഇപ്പം 3 പേരോളം സോണിൽ മരിച്ചായിരുന്നു. റീകോൾ അല്ല, അത് അഡ്മിൻസ് ചെയ്യുന്നതാണ്. 5 പേരല്ലേ അഡ്മിൻസ് ഒന്ന് നോക്കണം. ഇതിപ്പോ എത്ര ഇതായി? 7 പേരോളം ഇതായി കേട്ടോ. അത് അവരുടെ ബഗ് വരുന്നതാ, നമ്മുടെ ഇഷ്യൂ അല്ല. അവരെന്തെങ്കിലും കീ ബൈൻഡിന്റെ ഇഷ്യൂ വരുന്നതാ. ആണല്ലേ? അത് ചെക്ക് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ അവർക്ക് റീ എൻട്രി. ഗൈസ് ഗെയിം സൗണ്ട് വരാൻ ആകാശത്താ ഗൈസ്. നിങ്ങൾ എല്ലാരും ഒന്ന് ചില്ലാവ് ഗൈസ്. ആ ക്രോസ് ചെയർ ഓഫ് ചെയ്യുവോ? കമന്റ് വേണം. കമന്റാ, ഒരു മിനിറ്റ് അടിക്കണം. എന്നാ ഡോക്ടറിനെ ഒന്ന് സ്പെക്ക് ചെയ്യും, ഞാൻ അത് ഓഫ് ആക്കിട്ട് വരാം. ഗൈസ് ഗെയിം സൗണ്ട് വരും ഗൈസ്. ചില്ലാവ് ഗൈസ്. നിങ്ങൾ ഏറി നിൽക്കുന്നോണ്ടായത്. ഇത് എനിക്ക് കാണുന്നില്ല. ഹലോ അവൻ പോസ് ചെയ്തു, നീ എന്റെ നോക്ക്. അല്ല എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ലെന്ന്. ബാക്ക് ആവുന്നില്ല. വന്നു ഇവിടെ അടിയും തുടങ്ങി. RB7 അടി തുടങ്ങി. RB7 അല്ലല്ലോ, RB7. സോ RB7 ഇവിടെ ഫസ്റ്റ് ഫൈറ്റ് എടുത്തിട്ടുണ്ട്. RB7 ഇവിടെ ഇതിലുണ്ട്. RB7 പ്ലേയേഴ്സ് സ്റ്റിൽ അവിടെ എന്തൊക്കെയോ അടിച്ചൊക്കെ പെട്ടിരിക്കുന്നു. RB7 വേഴ്സസ് ESB ആണ് അവിടെ നടക്കുന്നത്. ESB അവരെല്ലാം ഗണ്ണൊക്കെ എടുക്കുന്നതേ ഉള്ളൂ. RB7 അവിടെ പുഷ് ചെയ്ത് വരുന്നു. ഓക്കെ, കയ്യിൽ ഗണ്ണില്ല. 2 പേരുടെ കയ്യിൽ ഗണ്ണ് കിട്ടിയിട്ടില്ല. RB7 ക്രിസ്റ്റി, അതുപോലെ തന്നെ ESB ഇവിടെ കോമ്പൗണ്ടിലുണ്ട്. ESB കോമ്പൗണ്ടിന്റെ മുകളിൽ 2 പേരുണ്ട്. അവർ വളരെ സ്പ്ലിറ്റ് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയത്. സ്പ്ലിറ്റ് ആയ സൈഡിൽ തന്നെ 2 പേരും. ഓക്കെ, ഇവിടെ RB7 ഇവിടെ നല്ല 2 പേരോ ഫ്രണ്ടില്. ESB ആശാനെ ഓടിച്ചിട്ട് അടിക്കാനുള്ള ശ്രമം. RB7 അവിടെ ഈ ഇഷാനെ നോക്കാക്കിയിട്ടുണ്ട്. ഇഷാനെ അവിടെ ഫിനിഷ് ഓഫ് ചെയ്തിട്ടില്ല. അവിടെ ടഫും എക്സ്ട്രീം ഓൾറെഡി ഫൈറ്റ് നടക്കുന്നുണ്ട്. അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. സോ ടഫും എക്സ്ട്രീം ഇവിടെ 2 ഇടത്തും ഡ്രോപ്പ് ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. ഇഷാനല്ല, ആശാനാണോ? ഞാൻ കണ്ടില്ല. സോറി, എന്റെ മിസ്റ്റേക്കാണ്. ഓക്കെ, ആശാനാണ്. കണ്ടില്ല. സോ XC എല്ലാവരും ഡ്രോപ്പിൽ ഒരുമിച്ച് ഇറങ്ങിയ ടീമുകൾ തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് RB7 NTX ഉണ്ണിമോനെ അടിക്കുന്നു. RB7 അടുത്ത ഫൈറ്റ് NTX ഡൊമിനിക് ഡോവറിനെ അടിക്കുന്നു. ഓക്കെ, ഇവിടെ XC വേഴ്സസ് ടഫ് അവിടെ ഗണ്ണെടുക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഗണ്ണ് ലൂട്ട് എടുത്തിട്ടില്ല ഇതുവരെ. ഓക്കെ, അവിടെ ടഫ് ഹീഗൽ ഡേവിസിനെ അവിടെ XC നോക്കാക്കുന്നു. ടഫിന്റെ പ്ലേയേഴ്സ് അവിടെ ബാക്കപ്പിന് എത്തിയിട്ടുണ്ട്. XCക്ക് നല്ല ടാഗ് കൊടുത്തോണ്ടിരിക്കുന്നു. എക്സാക്കി 1 HP ഓടി രക്ഷപ്പെടുന്നു. 1 HP നോക്കായിട്ടുണ്ട്. ടഫ് അവിടെ എക്സാക്കിയെ നോക്കാക്കിയിട്ടുണ്ട്. ആൻഡ് XC അടുത്തോട്ട് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഫൈറ്റിന്റെ ഇടയ്ക്ക് മാറ്റല്ലേ. ആൻഡ് അവിടെ ഇടിയൊക്കെ നടക്കുന്നു. ഇടിച്ചു കൊല്ലാനുള്ള ശ്രമം. XC ഇടിച്ച് നോക്കാക്കിയിരിക്കുന്നു. ഗണ്ണില്ലാത്ത ആൾക്കാർ തമ്മിലുള്ള ഇടിയൊക്കെയാണ് നമ്മൾ കാണുന്നത് ആദ്യം തന്നെ. സോ XC അൾട്രോണെ അവിടെ നോക്കാക്കുന്നു. ടഫില് 2. ഓക്കെ, അവിടെ ഒരു റിവൈവൽ, ടഫിന്റെ സൈഡിൽ നിന്ന് ഒരു റിവൈവൽ നടന്നുകൊണ്ടിരിക്കുന്നു.
ആൻഡ് ഉള്ള ഫിനിഷ്. ഓ, പ്ലേയേഴ്സിനൊക്കെ ഇടിച്ചു കൊല്ലുന്നു. ഇതുവരെ ഗണ്ണ് കിട്ടിയിട്ടില്ല. ഗണ്ണ് കിട്ടാത്ത ആൾക്കാരൊക്കെ ഇടിച്ചു കൊന്ന് ലൂട്ട് എടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ. സോ ഗൈസ്, പോയിന്റ് ടേബിൾ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ടോ? ഇത് ആരാണ് ഈ കിടന്ന് വിളിക്കുന്നേ? ആൻഡ് ഇവിടെ ESB വേഴ്സസ് RB7 ഇതുവരെ തീർന്നിട്ടില്ല. RB7 വേഴ്സസ് ESB ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. RB7 ടേറ്റിന്റെ അടുത്തോട്ട് പുഷ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ RB7 ഒരു പ്ലെയറും കൂടെ ESB നോക്കാക്കിയിട്ടുണ്ട്. ആൻഡ് ESBയിലെ ഒരു പ്ലെയറിനോട് RB7 ടേറ്റ് അവിടെ ESB നോക്സിനെ നോക്കാക്കുന്നു. ടേറ്റ് അവിടെ നല്ലൊരു നോക്ക് എടുത്തിട്ടുണ്ട്. ESB RB7 ഇവിടെ കില്ലുകൾ ഫാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. RB7 ടേറ്റ് അവിടെ പുഷ് ചെയ്ത് വരുന്നു. ഓ, ടാഗ് കിട്ടുന്നു. RB7 ടേറ്റിനെ അവിടെ ESB യുറി ബോയിക്ക നോക്കാക്കുന്നു. RB7 പ്ലേയേഴ്സ് കുറച്ച് ഷഫിൾഡ് ആണ്. നമുക്ക് നോക്കാം. RB7 പ്ലേയേഴ്സ് അത്യാവശ്യം അവർക്ക് ഹീലിംഗ് ചെയ്യേണ്ട അവർക്ക് ഇനഫ് ലൂട്ട് കിട്ടിയിട്ടില്ല. ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലൂട്ട് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. അതാണ് മെയിൻ ഒരു കാരണം. ആൻഡ് ഇവിടെ രണ്ട് ടീമുകളും നല്ല ESB പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. പക്ഷെ വൺ വേ നല്ല ഡബിൾ ടാഗ് കൊടുക്കുന്നു. RB7 വേഴ്സസ് ESB. And Bison sent a pack, bro. Thank you so much for the 1000 kick points, bro. Welcome to the stream. Guys, spec matter. ഈ ഫൈറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് സ്പെക്ക് മാറ്റാം. ചില്ലാവും നിങ്ങള്. സോ നമുക്ക് നോക്കാം. ആ രണ്ട് ടീമും ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. വേറെ എങ്ങും തന്നെ നമുക്ക് ഫൈറ്റ് ഇനിഷ്യേറ്റ് ആയിട്ടില്ല. ഇവിടെ ESB വേഴ്സസ് RB7 ആണ്. RB7 3 പ്ലേയേഴ്സിനും ഹീലബിൾസ് പോലും ഇല്ല. നല്ല ESB അവിടെ RB7 2 പ്ലേയേഴ്സിനെ അവിടെ നോക്കാക്കി. ഓ, നല്ലൊരു പുഷ് ഫ്രം ESB യൊറീച്ചിയെ തിരിച്ച് ESBയുടെ ഒരു പ്ലെയറിനെ നോക്കാക്കി ഫിനിഷ് ചെയ്ത് കളഞ്ഞു. യൊറീച്ചിക്ക് നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. RB7 3 പ്ലേയേഴ്സ് നോക്കാണ്. RB7 പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കളിക്കുന്നത്. അവർക്ക് തിരിച്ച് റെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഏകദേശം 3 പ്ലേയേഴ്സോളം അവിടെ നോക്കായിട്ടുണ്ട്. ESB ഭയങ്കര ഷഫിൾഡ് ആയിട്ട് കളിക്കുന്ന ആ ഒരു പുഷിൽ ബാക്ക് സപ്പോർട്ട് അവർക്ക് കിട്ടിയില്ല ESBക്ക്. ആൻഡ് ESB പുഷ് ചെയ്ത് വരുന്നു. അവിടെ എല്ലാവരും റെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹീൽ ചെയ്തിട്ടില്ല. RB7 വേഴ്സസ് ESB ഒരു 3 വേഴ്സസ് 5 ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. 3 വേഴ്സസ് 5. RB7 ഒരു നോക്ക് ഇടുന്നു. ലുമി NYXനെ അവിടെ നോക്കിടുന്നു. RB7 പുഷ് ചെയ്ത് പോകുന്നു. അഗ്രസീവായിട്ട് പുഷ് ചെയ്യുന്നു. ESB വേഴ്സസ് RB7 പെരുന്നാളടി. ഓ, ESB ഒരു കൗണ്ടർ നോക്കിട്ടിരിക്കുന്നു. RB7 തിരിച്ചൊരു നോക്കിട്ടിരിക്കുന്നു. ആൻഡ് ESBയിൽ ഒരു പ്ലെയറുടെ മാത്രം ബാക്കി. ESBയുടെ തേവർ മാത്രം ബാക്കി. അതിന്റെ മുകളിലാണ് കളിക്കുന്ന തേവർ മാത്രം ബാക്കി. ESB RB7 ലാസ്റ്റ് മാൻ. ESB തേവർ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും ഡൗൺ ആയി. ESBയിൽ ഒറ്റ പ്ലെയർ മാത്രം ബാക്കി. RB7 അത്യാവശ്യം പ്ലേയേഴ്സിനെ എല്ലാം റെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നു. അവിടെ KTD വേഴ്സസ് ഫെയ്ത്തും അവിടെ അതേപോലെ തന്നെ നടക്കുന്നുണ്ട്. ESBയിലെ അവസാനത്തെ പ്ലെയറിനെ അവിടെ ഫിനിഷ് ഓഫ് ചെയ്യാനുള്ള ശ്രമം. RB7 10 കില്ല് സെക്യൂർ ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. 10 കില്ല് ഏകദേശം സെക്യൂർ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ KTD വേഴ്സസ് ഫെയ്ത്ത് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ നോക്കുക. അതുപോലെ GBZ ഓൺ ദ സ്പോട്ടിൽ പുഷ് ചെയ്ത് വന്നിട്ടുണ്ട്. GBZ ഒരു തേർഡ് പാർട്ടി അടിക്കാൻ വേണ്ടി കയറി വന്നിട്ടുണ്ട്. GBZ വേഴ്സസ് ഫെയ്ത്ത് വേഴ്സസ് KTD ആണ് നടക്കുന്നത്. കറക്റ്റ് ടൈമിൽ GBZ അവിടെ തേർഡ് പാർട്ടി അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നല്ല കാഷ്വാലിറ്റീസ് രണ്ട് ടീമിലും ഉണ്ടായിരുന്നു. ഓ, അവിടെ എന്തോ പൊട്ടിത്തെറിച്ചു. അല്ല. ഓക്കെ, ഞാൻ പാക്കുവിന്റെ എണ്ണത്തോട്ട് സ്പെക്ക് മാറ്റാം. സോ ഇവിടെ GBZ
ഓ KTD കറങ്ങി റൈറ്റ് ആംഗിൾ വന്നിട്ടുണ്ട് അവരുടെ GB സർ വേഴ്സസ് KTD ആവുന്നൊന്ന് നോക്കാം. KTD അവിടെ GB സറിലെ ഒരു പ്ലെയറിനെ നോക്കുന്നു. ഓ ഓപ്പണിലായി പോയി GB സർ. രണ്ടുപേരും നോക്കായി GB സറിലെ. രണ്ടുപേരും KTD വേഴ്സസ് GB സർ. ഓ ഇവിടെ റൈറ്റ് ആംഗിൾ പുഷ് ചെയ്ത് വന്നിട്ടുണ്ട് GB സർ. ഒരു 1v1. ഓ നല്ലൊരു 1v1 ബൈ KTD. ഡേവിഡ് ജോൺ അവിടെ നല്ലൊരു നോക്ക് ഇട്ടേക്കുന്നു. അടുത്തൊരു നോക്ക്. GB സറിന് KTD നിന്നും അടിയോ അടി. പ്ലെയർ അഡ്വാൻറ്റേജ് കുറവായിട്ട് പോലും KTD നല്ല രീതിയിൽ കളിച്ചോണ്ടിരിക്കുന്നു. GB സറിലെ സില്ലി സ്റ്റാർക്ക് മാത്രമാണോ ബാക്കി ഇനി? ഓക്കെ, ഒരു പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. ഓ നല്ലൊരു നോക്ക്. സില്ലി സ്റ്റാർക്ക് അവിടെ നല്ലൊരു നോക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെ നോക്ക് ഇടാൻ പറ്റും. ഓ ഇല്ല, സില്ലി സ്റ്റാർക്കിനെ അവിടെ അടുത്തൊരു നോക്ക് ഇട്ടിട്ടുണ്ട്. മാഡിസെക്ക് അവിടെ ഇൻസ്റ്റന്റ് ഒരു റിവൈവല്. ബ്രോ 6 വരെ ഡോക്ടറിന്റെ മൈക്കിൽ നിന്ന് ഭയങ്കര സൗണ്ട്, ചുമക്കുന്നതിന്റെ ഇതിന്റെയൊക്കെ ഭയങ്കര സൗണ്ട് നോയ്സ്. ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓ മ്യൂട്ട് ചെയ്യാം. സോറി. ഭയങ്കര ഇതായിട്ടാ കേൾക്കുന്ന സൗണ്ട്. ലീഡർ ബോർഡ് സൈസ് പറയാം. ലീഡർ ബോർഡ് സൈസ് കുറയ്ക്കാം. ലീഡർ ബോർഡിന്റെ സൈസ് കുറയ്ക്കാം. അത് എനിക്ക് പറ്റത്തില്ല കൈസ്. അത് എനിക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അത് എനിക്ക് അത് അവിടുന്ന് ഇവിടെ ആരാടാ ഇതിനകത്ത് ഇവരുള്ളതിൽ ആരെല്ലാം ഒന്ന് വരാതെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെല്ലാം ഒന്ന് ആ നോഡിനോടൊന്ന് വരാൻ പറയൂ. VC-ല് നോഡിനോട് ഈ ലീഡർ ബോർഡിന്റെ സൈസ് ഒന്ന് കുറയ്ക്കണം. എന്നാൽ അല്ലാതെ പറ്റത്തില്ല. എടാ ലീഡർ ബോർഡിന്റെ സൈസ് ഒന്ന് കുറയ്ക്കോടാ. ഇന്നത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്ക്രീൻ അങ്ങ് റിമൂവ് ആക്കി നാളത്തേക്ക് റെഡി ആക്കി തരാം. അങ്ങനെയാണെങ്കിൽ സ്ക്രീനിൽ നിന്ന് ഓഫ് ആക്കട്ടെ. സ്ക്രീനിൽ നിന്ന് ഓഫ് ചെയ്യട്ടെ. ഓക്കെ ആണോ? അതാണോ ഞാനിപ്പോ പറയാൻ പോയ അത് ഓഫ് ആക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ സ്ക്രീനിൽ നിന്ന് പറ്റുന്ന പറഞ്ഞു ഓഫ് ആക്കാനൊക്കെ എനിക്ക് പറ്റും ചേട്ടാ. സൈസ് കുറയ്ക്കാൻ പറ്റത്തില്ല. അത് ഒരു റെസൊല്യൂഷനിൽ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ആഫ്റ്റർ ദ മാച്ച് നമ്മൾ പോയിന്റ് ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. സോ NTX അവിടെ RB7 അടുത്തൊരു ഫൈറ്റ് എടുത്തിട്ടുണ്ട്. NTXന്റെ കാർഷലിനെ പോയി നോക്കാക്കിയിട്ടുണ്ട്. RBX വിക്ടർ. RB7 വേഴ്സസ് NTX ആണ് നടക്കുന്നത്. RB7 വേഴ്സസ് NTX. RB7 ബാക്ക് ടു ബാക്ക് ഫൈറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം NTX വേഴ്സസ് RB7. സോ മാക്സിമം. ഓ ഇവിടെ മാഫിയയുടെ എൻട്രി. NTXന്റെ അടുത്തോട്ട് മാഫിയയുടെ എൻട്രി. എന്റെ അമ്മോ, 10 പേരോട് ഒരുമിച്ച് വന്ന് അവനെ അടിച്ച് തൂത്തു കളഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരിടത്തുനിന്ന് ഓടി വേറെത്തിന്റെ വായിലോട്ടാ കയറി ചെന്നത്. അവന്മാര് 10 പേര് മാഫിയ ഇവിടെ പോച്ചിക്കാത്തിരിക്കുന്ന ആളെ സ്പോട്ട് ചെയ്തിട്ടില്ല. NTX അവിടെ പോച്ചിക്കാത്തിരിപ്പുണ്ട്. കണ്ടിട്ടില്ല ഇതുവരെ. മാഫിയ ഇവിടെ വന്ന് ഒരു തേർഡ് പാർട്ടി ഫൈറ്റ് എടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു. ഇവിടെ വന്നപ്പോ എല്ലാരും ഒളിച്ചിരിക്കുകയാണ്. ഇവിടെ RB7 സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. മാഫിയെ കിട്ടാൻ വേണ്ടിട്ട്. മാഫിയെ മിക്കവാറും RB7 അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. മാഫിയ റൈറ്റ് ആംഗിൾ പുഷ് ചെയ്ത് വരുന്നുണ്ട് RB7-നെ. RB7 ആണോ അതോ മാഫിയാണോ വൈപ്പ് ആവുന്നത് നോക്കാം. RB7 അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. RB7 അവിടെ സ്പോട്ട് ചെയ്തു. പുറകിൽ അടി വരുന്നു. RB7 ഒരു ഓപ്പണിലായി പോയി. അവർക്ക് ഒരു കവർ എടുക്കാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. RB7 മാഫിയയും തമ്മിലുള്ള RB7. ഓക്കെ, കുറച്ച് പ്ലേയേഴ്സ് ഓൾറെഡി ആ ഫ്ലൈറ്റിന്റെ ബാക്കിലോട്ട് എത്തിയിട്ടുണ്ട്. RB7-ലെ കുറച്ച് പ്ലേയേഴ്സ്. ഓക്കെ, എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ മാഫിയ പുഷ് ചെയ്ത് വരുമോ നോക്കി നോക്കാം. RB7-ൽ എത്ര പ്ലേയേഴ്സ് അല്ലേ ഉണ്ട്? ലൈവ് നമുക്ക് അങ്ങനെ കാണിക്കുന്നില്ലേ ബ്രോ? ആണല്ലേ. നമുക്ക് അവര് ഡൗൺ ആയാലും അവർക്ക് ഇവരെ സ്പെക്ക് ചെയ്യുന്നോണ്ടേ നമുക്ക് ഈ ഏരിയയിൽ തന്നെ കാണിക്കും അവരുള്ള. 1 2 3 4 5 6 7 8 ഏകദേശം 8-9 പേരോളം RB7 നമുക്ക് അവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. RB7 ആണ് കറന്റ്ലി അത്യാവശ്യം നല്ല ഫ്രാഗ് എടുത്ത് ഈ ഒരു ടൂർണമെന്റിൽ ആദ്യം തന്നെ നല്ല അഗ്രഷൻ കാണിച്ച് കളിക്കുന്ന ഒരു ടീമായിട്ട് നമുക്ക് RB7-നെ ഇതാക്കാം. സോ ബാക്കിയുള്ള ടീമുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുന്നതേ ഉള്ളൂ. സോ RB7 ഒരു പ്ലെയർ സ്റ്റിൽ ഇവിടെ ഉണ്ട്. 2 പേര് RB7-ന്റെ. ഓക്കെ, ഡൗൺ ആണോ? ഓക്കെ. സോ അപ്പൊ 8 പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് RB7 കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വേറെ എങ്ങും തന്നെ ഫൈറ്റ് വന്നിട്ടില്ല. ബാക്കി ഇത് കഴിഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ബിയിലെ ടീമുകളൊക്കെ എല്ലാവരും പ്ലീസ് ബി റെഡി. ഈ മാച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്ന. ആ 10 മിനിറ്റ്സിൽ നിങ്ങൾ ദയവ് ചെയ്ത് സെർവറിൽ എൻ്റർ ആയി മാച്ചിന് വേണ്ടി റെഡി ആവണം. ആൻഡ് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയണത്
ഈ പറയണത് പോലെ TV അടക്കമുള്ള ഒരു ഗ്രൂപ്പാണ്. എല്ലാ ഗ്രൂപ്പിലെ എടാ നോഡ് ഇവിടെ ഉണ്ടോ? ഒരു സെക്കൻഡ്, ഞാൻ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ടീം ലിസ്റ്റ്. എടാ ടീം ലിസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലിടാവോ? ടീം ലിസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഇടുവോ? സോ മാഫിയ റൊട്ടേറ്റ് ചെയ്ത് സോണിനകത്തോട്ട് വന്നോണ്ടിരിക്കുകയാണ്. 45 പേര് മാത്രമാണ് ഇനി എലയുമായിട്ടുള്ളത്. 45 പേര് എലയും, ബാക്കി എല്ലാവരും അവിടെയും ഇവിടെയൊക്കെ ഫൈറ്റ് ആയിട്ട് നടന്നു. ഇനി 45 എലയും. സോ സെന്റർ ഓഫ് ദ സോണിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ബാക്കി ടീമുകളൊക്കെ അവിടെ എവിടെയും. എത്ര ടീം എലയോ എന്നുള്ളത് കാണിക്കുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ. 8 ടീം അല്ല, ടീമിന്റെ കൗണ്ട് ബഗ് ഉണ്ട്. ഓക്കെ ഓക്കെ. 2 സെക്കൻഡിൽ അടുത്ത സോൺ വരുന്നതായിരിക്കും. ആൻഡ് അടുത്ത 3 മിനിറ്റും 25 സെക്കൻഡിലും അടുത്തത്. അവിടെ XT വേഴ്സസ് ടഫ് അവിടെ നടക്കുന്നു. XT വേഴ്സസ് ടഫ് ആണ് അടുത്തത് ഒരു ഫൈറ്റ് നടക്കുന്നത്. അങ്ങോട്ടത് പോകും. ഞാൻ പോകുന്നുണ്ട്. ചെറിയൊരു ബഗ്ഗായത്. ഓക്കെ ഓക്കെ ഓക്കെ. RB7 ആണ്, RZ7 അല്ല ഗൈസ്, RB7 ആണ്. XT ഓൾ ഡൗൺ ആയി ബ്രോ. XT ഓൾ ഡൗൺ ആയല്ലേ? XT അവിടെ ഓൾ ഡൗൺ ആയിരിക്കുന്നു. ആൻഡ് ഒരു ടീമും കൂടി വൈപ്പ് ആയിരിക്കുന്നു. നമുക്ക് ഇനി 43 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ടഫും അവിടെ കുറച്ച് കിൽസ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ടഫും അത്യാവശ്യം ഫൈറ്റ് ഒക്കെ എടുത്താണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ആൻഡ് അവർക്ക് സോണിലേക്ക് പോയേ പറ്റത്തുള്ളൂ. സോ സോണിലോട്ട് ഓടി കയറാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ പറയണതുപോലെ കുറച്ച് നേരത്തെ ഏർലി റൊട്ടേഷൻസ് എടുത്താൽ മാത്രമേ സോണിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റുള്ള സോണുകളിൽ നല്ല ഡാമേജ് ആണ്, നല്ല സോൺ ഡാമേജസ് ഹിറ്റ് ചെയ്യും. സോ അതുകൊണ്ട് വണ്ടി ഇല്ലാത്തത് കൊണ്ട് ഫാസ്റ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വണ്ടിയില്ല ഗൈസ്, വണ്ടിയില്ല. സോ നമുക്ക് നോക്കാം ബാക്കിയുള്ള ടീമുകളിലേക്ക്. ഓക്കെ. സോ ഇവര് ചെന്ന് കയറുന്നത് അടുത്തൊരു ടീമിന്റെ അടുത്തോട്ടാണ്. സോ മാഫിയയുടെ അടുത്തോട്ടാണ് നമ്മുടെ അടുത്ത ടീം പൊക്കോണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. മാഫിയയുടെ അടുത്തോട്ടാണ് നമ്മുടെ ടഫ് പോകുന്നതെന്നാണ് തോന്നുന്നത്. എല്ലിസെഡിന്റെ അടുത്തോട്ട്. എല്ലിസെഡ് അവിടെ ഓൾറെഡി ഒരു കോമ്പൗണ്ടിൽ നല്ലൊരു പൊസിഷൻ എടുത്തിരിപ്പുണ്ട്. ആൻഡ് അവിടേക്ക് ഓടി വന്നോണ്ടിരിക്കുന്നു. ഫൈറ്റ് ടഫ് വേഴ്സസ് എല്ലിസെഡ്. ആ കോമ്പൗണ്ടിൽ ആളെ സ്പോട്ട് ചെയ്തു, ടഫിനെ സ്പോട്ട് ചെയ്തു തോന്നുന്നു. ഓ പെരുന്നാൾ അടി വന്നിരിക്കുന്നു. എല്ലിസെഡിന്റെ സൈഡിൽ നിന്ന് ടഫിന് നല്ല ഫയറിംഗ് കിട്ടുന്നു. ആൻഡ് അവരാ ബിൽഡിംഗ് ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആൻഡ് ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് ഗൈസ് ഇന്ന് ZM ടോക്കിയോ അതിരടി യൂണിറ്റ്, BM, OG, TVA, SB, അതായത് SB നമ്മുടെ KVയുടെ ലൈനപ്പാണ്. അതുപോലെ DX, MIA, CID ആണ് നെക്സ്റ്റ് മാച്ച് വരുന്നത്. സോ അവിടെ നിന്ന് ഒരു മോൾട്ടോ എറിഞ്ഞു. പക്ഷെ അവിടെ ആരെയും ഇല്ല. സുക്കുമോൻ അവിടെ നിന്ന് ഒരു മോൾട്ടോ എറിഞ്ഞായിരുന്നു. പക്ഷെ അത് ആരെയും ഒരു പ്ലേയേഴ്സിനെയും ഹിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നല്ലൊരു അറ്റംപ്റ്റ് ഫ്രം എല്ലിസെഡ്. KV അല്ലേ അത്? SB KV അല്ല, KV അല്ലേ? അത് അപ്പൊ എന്റെ മിസ്റ്റേക്ക് ആണ്. ശരവണ ഭവൻ ബോയ്സ് KV ആണ്. അത് SBB ആണെന്ന് തോന്നുന്നു. SB വേറെ ആണെന്നോ? SB വേറെ ഉണ്ടോ? SB വേറെ ഇല്ലെങ്കിൽ അതാണ്. സോ നമുക്ക് നോക്കാം. നല്ല ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ സ്മോക്ക് ഒക്കെ ഇട്ട് അവരുടെ പൊസിഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് സോണിലോട്ടും പോകണം. സോ 2 ടീമിനും സോണിലോട്ടും പോകണം. അവര് ഗേറ്റ് കീപ്പ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലിസെഡ് ടഫിനെ അകത്തോട്ട് കയറ്റരുത് എന്നുള്ള രീതിയിൽ ഗേറ്റ് കീപ്പ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം. എല്ലിസെഡ് വേഴ്സസ് ടഫ്. 2 ടീമിനും സോണിനകത്തോട്ട് പോയേ പറ്റുള്ളൂ. നല്ലൊരു മോൾട്ടോ അവിടെ വീണല്ലോ. അത് സ്വന്തം മോൾട്ടോ ആണെന്ന് തോന്നുന്നു. ദുബായ് ജോസിന്റെ മോൾട്ടോ ആണോ അത്? എവിടുന്ന് ഒരു KTD വേഴ്സസ് GBZ അവിടെ നടക്കുന്നു. KTD വേഴ്സസ് GBZ അവിടെ ഫൈറ്റ് ആയിട്ടുണ്ട്. KTD വേഴ്സസ് GBZലെ പ്ലേയേഴ്സ് ആക്ച്വലി നല്ല കുറവാണെന്ന് തോന്നുന്നു. GBZലെ പ്ലേയേഴ്സ് കുറവാണോ? പ്ലേയേഴ്സ് അത്യാവശ്യം ഉണ്ടല്ലോ. GBZലെ പ്ലേയേഴ്സ് ഉണ്ട്. 3 പേരേ ഉള്ളോ? 3 പേരെന്തോ ഉള്ളൂ GBZല്. സോ അവർക്ക് സോണിന് കയറണം.
അവിടെ KTD വേഴ്സസ് KTDയും അത്യാവശ്യം ഫൈറ്റ് എടുക്കുന്നുണ്ട്. KTD പുഷ് ചെയ്ത് ആ കില്ലെടുക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. KTD പുഷ് ചെയ്യുന്നുണ്ട്. GBZനെ ഒരുമിച്ച് പുഷ് ചെയ്യാനുള്ള പ്ലാനാണോ അത് ഗേറ്റ് കീപ്പ് ചെയ്യാനുള്ള പ്ലാനാണോ നമുക്ക് നോക്കാം. GBZ വേഴ്സസ് KTD. സോൺ ഡാമേജ് ഉണ്ട്. ലാസ്റ്റിലേക്ക് നല്ല സോൺ ഡാമേജ് ആയിരിക്കും. സോണിന് വെളിയിൽ നിന്ന് കളിക്കാന്ന് പറയുന്നത് അത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോൺ ഡാമേജ് ഉണ്ട്. ഈ ബ്ലൂ സോണിനല്ല ഡാമേജ്, റെഡ് സോണിനാണ് ഡാമേജ്. റെഡ് സോൺ വന്നു കഴിഞ്ഞാൽ നല്ല ഡാമേജ് അടിക്കും. സോ GBZലേക്ക് പുഷ് ചെയ്യുന്നു. കാറ്റാടി KTD പുഷ് ചെയ്യുന്നു. KTD വേഴ്സസ് GBZ. ഓക്കെ, ലെഫ്റ്റ് ആംഗിൾ വരുന്നു. നല്ല ടാഗ് കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു. GBZ അവിടെ GBZനെ പുഷ് ചെയ്തു. ഓ GBZ റൂഡോ അവിടെ KTD മാഡിസ് ഒക്കെ അവിടെ റൂഡോയെ നോക്കാക്കുന്നു. രണ്ട് പ്ലേയേഴ്സ് മാത്രം ബാക്കി. അവിടെ മിക്കവാറും KTDയും നല്ലൊരു നോക്ക് പോയി. ഡേവിഡ് ജോൺ അവിടെ GBZ യോർക്സ്. ഓ അവിടെ KTD വന്ന് GBZനെ വൈപ്പാക്കി കളയുന്നു. അനദർ സ്കോഡ് വൈപ്പ് ബൈ KTD. നല്ല കുറച്ച് കിൽസ് സെക്യൂർ ചെയ്തിട്ടുണ്ട് KTD. നമുക്ക് നോക്കാം ഈ ടൂർണമെന്റിലെ ഫസ്റ്റ് മാച്ചിലെ ഫസ്റ്റ് കളി ജയിക്കുന്ന ടീം ആരാണെന്ന് നമുക്ക് നോക്കാം. സോൺ വന്നിട്ടുണ്ട്. നല്ല സോൺ ഡാമേജ് ഉണ്ടാവും. മിന്നൽ എൽസി കൃഷി അവിടെ ടഫില് രണ്ടുപേരെ എടുക്കുന്നുണ്ട്. ആൻഡ് എൽസി വൂൾഫി അവിടെ ഇടുന്നു. അല്ല അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. എൽസി മിന്നൽ അവിടെ ടഫ് അപ്പോളെ ഫിനിഷ് ചെയ്ത് വിടുന്നു. എൽസിക്കും സോണിനകത്തോട്ട് കയറിയേ പറ്റത്തുള്ളൂ. സോണിലേക്ക് അവർക്ക് കയറണം. സോണിലോട്ടുള്ള എൻട്രി എടുത്തോണ്ടിരിക്കുന്നു അവര്. എൽസി അഡോണി ഇവിടെ സോണിൽ ഓൾറെഡി ഒരു നല്ല പൊസിഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ടഫിന് ഇതുവരെ സോണിൽ എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർക്ക്. ഓക്കെ, സോണിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ടഫ് അവിടെ സോണിലോട്ട് എൻ്റർ ചെയ്യുന്നു. മിന്നലിനെ അവിടെ ജോയി പോയി അടിച്ച് നോക്കാക്കുന്നു. ഫിനിഷ് ചെയ്യാനുള്ള ഇൻസ്റ്റന്റ് ഉറക്കാനുള്ള ശ്രമം. എല്ലിസഡ് ഒരു കൗണ്ടർ നോക്ക് ബൈ എല്ലിസഡ് മാരാർ. ജോയി പോയി അവിടെ ഫിനിഷ് ചെയ്ത് കളയുന്നു എല്ലിസഡ്. സുലൈമാൻ ടഫില് 1-2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ പ്ലേയേഴ്സും ഓക്കെ. ടഫിൽ അത്യാവശ്യം 1-2-3 പ്ലേയേഴ്സും ബാക്കി മാത്രമല്ല. എല്ലിസഡ് അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ സോണിലോട്ട് കയറി കറക്റ്റ് ടൈമിൽ അവർ സോണിൽ കയറി. ആൻഡ് റോക്കി പുഷ് ചെയ്ത് വരുന്നുണ്ട്. എല്ലിസഡ് നല്ല ടാഗ് കൊടുക്കുന്നു. സാമുവലിന് നല്ല ടാഗ് കൊടുക്കുന്നു. സുലൈമാൻ സാമുവലിന് നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. പുഷ് ചെയ്ത് വരുന്നുണ്ട്. റോക്ലി അവിടെ ഹീൽ ചെയ്യാനുള്ള ടൈമില്ല. രണ്ട് സൈഡിൽ നിന്നും വരുന്നു. ഒരു നോക്കൗട്ട് ഇടാൻ പറ്റിയില്ല. സുലൈമാൻ സാമുവലിനെ അവിടെ അടിച്ച് നോക്കാക്കി പോച്ചക്കകത്ത് കയറി ഒളിച്ചെങ്കിലും അടിച്ച് ഫിനിഷ് ചെയ്തു. ആൻഡ് ടഫിൽ ഒരു പ്ലെയർ മാത്രമാണ് ബാക്കിയെന്ന് തോന്നുന്നു. ടഫിൽ ഒരു പ്ലെയർ മാത്രം ഉണ്ടോ അല്ലേ? ഓക്കെ, ടഫില് 2-3 പ്ലേയേഴ്സും എന്തോ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ എൽസി അവരെ ഹണ്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓടിച്ചിട്ട് അടിക്കുക എന്നുള്ളൊരു സാധനമാണ് എൽസി. പക്ഷെ ബ്രിഡ്ജ് കയറി സോണിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആ കില്ലിനെ എടുക്കാൻ നിൽക്കുന്നില്ല. സോ അവർക്ക് സോണിലേക്ക് പോകണം. അത് തന്നെ ആയിരിക്കും റൈറ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ. ഇനിയുള്ള സോൺ നല്ല ഡാമേജ് ഉള്ള സോണായിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും അവർക്ക് സോണിൽ കയറി കളിക്കുന്നതാണ് ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യം. വളരെ കുറച്ച് ടീമുകൾ മാത്രം ബാക്കി. ആൻഡ് അവിടെ മാഫിയ നല്ലൊരു പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്ത് നിൽപ്പുണ്ട്. ആൻഡ് RB7 കുറച്ചൊന്ന് അവര് നല്ലൊരു പൊസിഷൻ, കാരണം അവരുടെ അതിനകത്ത് വേറെ ഫൈറ്റുകളൊന്നും വന്നിട്ടില്ല. RB7ഉം അതുപോലെ മാഫിയയാണ് കറന്റ് സോണിന് ഇന്നുള്ളത്. ബാക്കി എല്ലാവരും സോൺ ഔട്ടാണ്. എല്ലാവരും സോണിനകത്തോട്ട് വരുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം. സോ ബാക്കിയുള്ള ടീമുകളെല്ലാം അടുത്തിനി ഫൈറ്റ് ഈ ഒരു സോൺ കൂടെ ടച്ച് ചെയ്താൽ മാത്രമേ അടുത്ത ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ആൻഡ് എല്ലിസഡ് അവിടെ സ്റ്റിൽ ടഫിന് വേണ്ടിയിട്ടുള്ള ഗേറ്റ് കീപ്പിംഗ് നടത്തുവാണെന്ന് തോന്നുന്നു. മാഫി അവിടെ സേഫ്. ടഫ് അവിടെ എല്ലിസഡ് അഡോണി അവിടെ അടിച്ചിട്ടുണ്ട്. ടഫ് വേഴ്സസ് എല്ലിസഡ് വീണ്ടും അവിടെ വന്നിട്ടുണ്ട്. എല്ലിസഡിൽ ഒരു പ്ലെയറിനെ തക്ക് കിട്ടിയ സമയത്തൊക്കെ എല്ലിസഡ് ഗുരു അവിടെ ടഫ് മൂലംകുഴിയിൽ സഹദേവനെ അവിടെ അടിച്ചിരുന്നു. എല്ലിസഡ് ഗുരു അവിടെ മൂലംകുഴിയിൽ സഹദേവനെ അടിച്ച് ഫിനിഷ് ചെയ്യുന്നു. എല്ലിസഡ് അടുത്തൊരു കില്ലും കൂടെ സെക്യൂർ ചെയ്യുന്നു. ആ കില്ല് എടുക്കാൻ പറ്റില്ല. ദുബായ് ജോസിനെ അവിടെ പൊസിഷൻ പിടിക്കാനാണ് എല്ലിസഡിന്റെ കോൾ. പൊസിഷൻ പിടിക്കാൻ പോകുന്നു എല്ലിസഡ് ബാക്ക് ടു 10 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അവർ റിവൈവ് ചെയ്ത് കറക്റ്റ് ടൈമിൽ തിരിച്ച് സോണിനകത്തോട്ട് കയറുന്ന പരിപാടിയിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടൂർണമെന്റിലെ ഫസ്റ്റ് വിന്നർ എല്ലിസഡ് ആയിരിക്കുമോ, RB7 ആയിരിക്കുമോ, മാഫിയ ആയിരിക്കുമോ, നമുക്ക് നോക്കാം. വൺസ് ഒരു പ്ലെയർ ഫിനിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീകോളോ റിവൈവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കായി കിടന്നാൽ റിവൈവ് ചെയ്യാൻ പറ്റും. ഒരു മാച്ചിൽ 10 ടീമാണ് കളിക്കുന്നത് കറന്റ്. ആൻഡ് ഇനി നമുക്ക് വളരെ കുറച്ച് ടീമുകൾ മാത്രം വിലയുള്ളത്. 33 മെമ്പേഴ്സാണ് ഇനി കറന്റ് വിലയുള്ളത്. RB7 അത്യാവശ്യം ഒരു അഗ്രഷൻ ആയിട്ടുള്ള ഒരു പുഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സെന്റർ ഓഫ് ദ അല്ലെങ്കിൽ ഇൻസൈഡ് ദ സോൺ പയ്യെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. KTD അവിടെ സോണിനകത്തോട്ട് പോകാനുള്ള ഒരു ഇത്. ഈ പിരമിഡ് സൈഡിൽ മോസ്റ്റ് ഓഫ് ദ സമയത്തും സോൺ വരുന്നുണ്ട്. ആൻഡ് അത് നമ്മുടെ ടെസ്റ്റ് സ്ട്രീംസുകളിൽ നമ്മൾ നോക്കിയൊരു കാര്യമാണ്. സോ ബാക്കിയുള്ള ടീമുകൾക്ക് പ്ലാൻ ചെയ്യുന്ന ടീമുകൾക്കൊക്കെ പിരമിഡ് ഒക്കെ നേരത്തെ പിടിച്ചാൽ അടുത്ത വട്ടം പിരമിഡ് പിടിച്ചുകൊണ്ടിരുന്നിട്ട് സോൺ പോയാൽ എന്നെ തളക്കി വിളിക്കരുത്. അത് പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. ഓരോ വട്ടം സോൺ മാറുന്നതായിരിക്കും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കളികളിൽ അങ്ങോട്ട് വരാറുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് നോക്കാം. RB7 ഇവിടെ കയറി വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. സ്ട്രീം വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം.
നമുക്ക് നോക്കാം. വാച്ച് പാർട്ടി കറന്റ് അലൗഡ് അല്ല ബ്രോ, കറന്റ് വാച്ച് പാർട്ടി അലൗഡ് അല്ല. സോ നമുക്ക് നോക്കാം. എല്ലിസഡിലെ മെമ്പേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ RB7 ഉണ്ട്, മാഫിയ ഉണ്ട്. എല്ലാ ടീമിനും ഇവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. എല്ലാവരും ഇവിടെ കൂന് കുട്ടിയതുപോലെ നിൽക്കുകയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് മാച്ചാണ് ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് എയുടെ ഫസ്റ്റ് മാച്ച് ആൻഡ് ഗ്രൂപ്പ് ബിയുടെ മാച്ച് 10 മിനിറ്റിനുള്ളിൽ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. 10 മിനിറ്റ് ജോയിനിങ് ടൈം മാത്രം കൊടുത്തിട്ടുണ്ട്. സോ 10 മിനിറ്റിനുള്ളിൽ അടുത്ത മാച്ച് തുടങ്ങുന്നത്. ESB അവിടെ NDX അവിടെ ESB വജീറ്റ എടുത്തുന്നത്. NDX ക്രൈസിയാനാണ് NDX ക്രൈസിയാനാണ് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് നോക്കാം. ESB അവിടെ വൈപ്പ് ആയിട്ടുണ്ട്. NTX ഒരു കില്ലും കൂടി സെക്യൂർ ചെയ്യുന്നു. ആൻഡ് NTXൽ ഒരു പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി NTXലെ പ്ലേയേഴ്സും ഒരു പ്ലെയറിനെ വെച്ചിട്ടാണ് NTX സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അവസാനം ലാസ്റ്റ് 32 പീപ്പിൾ അല്ലെ ഇവിടെ LZ വന്ന് ഇവിടെ പിരമിഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. LZ വന്നിട്ട് പക്ഷെ പിരമിഡ് സോണിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ടിവിയുടെ മാച്ച് അടുത്ത മാച്ചാണ്. ടിവിയുടെ മാച്ച് അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ZM, ടോക്കിയോ, അതിരടി യൂണിറ്റ്, ബ്ലാക്ക് മാഫിയ, OG, TVA, വള്ളി ടീംസ്, അതുപോലെ SB, DX, MIA, CID ആണ് അടുത്ത ഗ്രൂപ്പ് ബി വരുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ ടഫും ഇവിടെ സോണിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ടഫ് LC ഇവിടെ നല്ലൊരു മാൻ അഡ്വാൻറ്റേജിൽ നല്ലൊരു പൊസിഷനിൽ അവർ നല്ല സിനർജിയോടുകൂടെ കളിക്കുന്നുണ്ട്. LCയുടെ സൈഡിൽ നിന്ന് LC ആയിരിക്കുമോ, മാഫിയ ആയിരിക്കുമോ, അതോ RBZ ആയിരിക്കുമോ ഈ ഒരു മാച്ച് കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. ആൻഡ് മാഫിയ അങ്ങോട്ട് വരുന്നു. മാഫിയ വേഴ്സസ് LZ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നല്ലൊരു ഫൈറ്റ് ആയിരിക്കും. രണ്ട് ടീമിലും അത്യാവശ്യം നല്ല മാൻ പവർ ഉണ്ട്. ആൻഡ് NTXൽ ഒരു പ്ലെയർ ക്രൈസിയാൻ മാത്രമാണ് NTXൽ ബാക്കി. നല്ല ടീമിന് ഒരു നല്ല പൊസിഷൻ പോയിന്റ് കൂടെ പിടിച്ചു കൊടുക്കുക എന്നുള്ള ടാർഗറ്റ് മാത്രമേ ഇനി NTX ക്രൈസിയാൻ ചെയ്യാനുള്ളൂ. അവിടെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. മാഫിയ വേഴ്സസ് LZ അവിടെ ഫൈറ്റ് ഇനിഷ്യേറ്റ് ആയിരിക്കുന്നു. മാഫിയ വേഴ്സസ് LZ വേഴ്സസ് മാഫിയ. ആൻഡ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. ഒരാൾ പോലും നോക്കാക്കിയിട്ടില്ല. ഓൺ ദ സെയിം സൈഡിൽ അവിടെ NTX ക്രൈസിയാൻ അവിടെ ട്രിഗർ ഡിസിപ്ലിൻ കാണിച്ച് നല്ലൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തിരിക്കുന്നു. കാരണം പുള്ളിക്ക് ഇവിടെ നിന്ന് ഫൈറ്റ് ഇത്രയും പേരെടുത്ത് എടുക്കാനുള്ള ആവശ്യമില്ല. ടീമിന് വേണ്ടിയിട്ട് നല്ലൊരു പൊസിഷൻ പോയിന്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മൊളട്ടോസ്, സ്മോക്സും എല്ലാം വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നല്ല ടാഗ് കൊടുക്കുന്നു. അഡോണിക്ക് നല്ല ടാഗ് കിട്ടി മാഫിയയുടെ കയ്യിൽ നിന്ന്. മാഫിയ വേഴ്സസ് LZ ഒരു ഫൈറ്റ്, ഒരു നോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് രണ്ട് ടീമും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഗ്രഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൊളട്ടോവ്സ് ഒക്കെ ത്രോ ചെയ്യുന്നു. നല്ല യൂട്ടിലിറ്റി യൂസേജ് ഫ്രം ബോത്ത് ദ ടീംസ്. ഒരു ഇനിഷ്യൽ നോക്കിന് വേണ്ടിയിട്ട് രണ്ട് ടീമും അവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് അവരൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് LZ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ. പക്ഷേ മാഫിയ ഇല്ല, വിട്ടുകൊടുക്കത്തില്ല. ഞങ്ങൾ പുഷ് ചെയ്യണമെന്ന് പറഞ്ഞു. മാഫിയ പുഷ് ചെയ്യുന്നു. മാഫിയ അങ്ങോട്ടും ഇങ്ങോട്ടും. മാഫിയ ആദ്യത്തെ നോക്കിട്ടിരിക്കുന്നു LZ. അതുപോലെ ബെന്നി ജോൺസൺ മാഫിയ ആദ്യം നോക്കിട്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ നോക്സ്. അങ്ങോട്ടും മാഫിയാണ് അടുത്ത്. LZ രണ്ട് കാച്ചുവാലിറ്റി. മാഫിയ റഹ്മാൻ അടുത്ത് നിൽക്കുന്നത്. ഗൂൾഫി അവിടെ ഒരു പ്ലെയർ മാത്രം ബാക്കിയെന്ന് തോന്നുന്നു. അല്ലെ 3 പ്ലെയർ മാത്രം ബാക്കി. 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി LZന്. മാഫിയ റഹ്മാൻ അവിടെ LZ ക്രിസ്റ്റിനെ ഫിനിഷ് ചെയ്ത് കളയുന്നു. മാഫിയയിലെ 3 പ്ലെയേഴ്സ് മാത്രം ബാക്കി. മാഫിയയുടെ കയ്യിലിരുന്ന കളിയാണ്. മാഫിയ അവിടെ ചെന്ന് LZനെ വൈപ്പായി കളഞ്ഞു. ഓണ്ട സമയത്ത് KTD തേർഡ് പാർട്ടിയായിട്ട് KTD വന്നിട്ടുണ്ട്. ആ കാഷ്വാലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി KTD വന്നിട്ടുണ്ട്. അവിടെ മാഫിയയിൽ ഒരാളെ നോക്കുവാക്കിയിട്ടുണ്ട്. KTD വേഴ്സസ് മാഫിയ. നമുക്ക് നോക്കാം. KTD വേഴ്സസ് മാഫിയ. KTD കറക്റ്റ് സമയത്ത് ഒരു തേർഡ് പാർട്ടി, ഒരു ടൈംലി തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് ഫ്രം KTD. മൊളട്ടോസ് വരുന്നു. നല്ല യൂട്ടിലിറ്റി യൂസേജ് ഫ്രം മാഫിയയുടെ സൈഡിൽ നിന്ന് നല്ല യൂട്ടിലിറ്റീസ് ഉണ്ട്. ആൻഡ് KTDക്ക് അതൊരു റോങ് ഡിസിഷൻ ആയി പോയതുപോലെ തോന്നുന്നുണ്ട്. അവർ ഫോൾ ബാക്ക്. പക്ഷേ NTX ക്രൈസിയാൻ 2 വെടി വെച്ചിട്ട് ഞാൻ സോണി പോവാണെന്ന് പറഞ്ഞ്. പക്ഷെ ഇനി രക്ഷയില്ല. ഇനി ഫൈറ്റ് എടുത്തേ പറ്റുള്ളൂ. അവിടെ ഒരു നോക്കിട്ടിട്ടാണ് നമ്മുടെ ക്രൈസിയാൻ വീണത്. അത് KTDക്ക് നല്ലൊരു പണിയായി. ഇനി അവിടെ റിവൈവലും നടക്കത്തില്ല. KTD അവിടെ കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആയി. മാഫിയയുടെ സൈഡിൽ നിന്ന് നല്ലൊരു പുഷ്. ആൻഡ് KTDക്ക് ഒരു പ്ലെയർ മാത്രം ബാക്കി. ആ ഒരു തേർഡ് പാർട്ടി KTDക്ക് നല്ലൊരു പണി കൊടുത്തു. KTD ഒരു പ്ലെയർ മാത്രം ബാക്കി. മാഫിയ കറക്റ്റ് ടൈമിൽ തിരിച്ചു വന്ന് ലാസ്റ്റ് പ്ലെയർ മാഡി സെക്കൻഡ് ഫിനിഷ് ചെയ്ത് മാഫിയ വൈപ്പിംഗ് അനദർ സ്കോഡ് ആൻഡ് സെക്യൂറിംഗ് ഗുഡ് കിൽ പോയിന്റ്സ്. 16 പേര് മാത്രമല്ലേ. ദ ഫൈനൽ സർക്കിൾ ഈസ് ഹിയർ.
മാഫിയക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഫിയ ആയിരിക്കും. RB7 ഉണ്ട്, നമുക്ക് മാഫിയ ഉണ്ട്, ആൻഡ് അടുത്തൊരു ടീം എന്ന് പറഞ്ഞാൽ ടഫ് ഉണ്ട്. 3 ടീമുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓ സോണിൻ മാഫിയ അഗ്രസീവ് ആയിട്ട് പുഷ് ചെയ്ത് പോകുന്നു. RB7 അടുത്തേക്ക് പുഷ് ചെയ്ത് പോകുന്നു. RB7 വേഴ്സസ് മാഫിയ ആണ് ഫൈനൽ സർക്കിൾ ഫൈറ്റ്. ടഫ് വെയിറ്റ് ചെയ്ത് കളിച്ച് 3rd പൊസിഷൻ ഓൾറെഡി അവർ സെക്യൂർ ചെയ്ത് പൊസിഷൻ പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. RB7 ഇവിടെ കവർ എടുക്കാൻ ഒന്നുമില്ല. മാഫിയ ഭയങ്കര അഗ്രഷൻ കാണിക്കുന്നു. മാഫിയ അഗ്രഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. മാഫിയ RB7 രണ്ട് സൈഡിൽ നിന്നും അടി കിട്ടുന്നുണ്ട്. മാഫിയ അവിടെ RB7 വോട്ടറിനെ നോക്കാക്കുന്നു. മാഫിയ അവിടെ അടുത്തൊരു നോക്കാക്കുന്നു. അർക്കം ഡേവിഡിനെ മാഫിയ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. മാഫിയ വേഴ്സസ് RB7 മാഫിയക്ക് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ക്ലിയർ അഗ്രഷൻ ഫ്രം മാഫിയ. കിട്ടില്ല അഗ്രഷൻ ഫ്രം മാഫിയ വൈപ്പിംഗ് അനദർ സ്ക്വാഡ്. ടഫിലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. മാഫിയയുടെ പ്ലേയേഴ്സ് റഷ് ഓടി നടന്ന് കില്ലെടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ മാഫിയക്ക്. ആൻഡ് മാഫിയ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. അവർക്ക് ടഫിന് 2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ടോജി ആൻഡ് ഗോൺ ഫ്രസസ് മാത്രമാണ്. ഓപ്പണില് ADS വെച്ച് മാഫിയ കയറി വരുന്നു. ഒരാളെ നോക്കാക്കിയിട്ടുണ്ട്. മാഫിയയിൽ ഒരാളെ നോക്ക്. ടോജി അവിടെ ഒരു നോക്കിട്ടിരിക്കുന്നു. പക്ഷെ തിരിച്ചു നോക്കിട്ട് പക്ഷെ റിവൈവൽ അവിടെ പോസിബിൾ അല്ല. വന്ന് അടിച്ച് ഫിനിഷ് ആക്കുന്നു. റിവൈവൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് മാഫിയ ഫിനിഷിംഗ് ദ ഗെയിം വിത്ത് 20 ടീം കിൽസ് ആൻഡ് 30 പോയിന്റ്സ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. 10 പൊസിഷൻ പോയിന്റും 20 ടീം കിൽസുമായിട്ട് മാഫിയ ജയിച്ചിട്ടിരിക്കുന്നു. ആൻഡ് മാഫിയ കൊണ്ടുപോയി ടൂർണമെന്റിലെ ഫസ്റ്റ് മാച്ചിലെ വിന്നർ മാഫിയ വിത്ത് ക്ലീൻ അഗ്രഷൻ. ഒന്നും പറയില്ല. ടൈംലി 3rd പാർട്ടി. അതേപോലെ എല്ലാവരുടെ അടുത്ത് അവര് നല്ല ഡിസിഷൻസ് ആയിരുന്നു. എടുത്ത ഡിസിഷൻസ് എല്ലാം നല്ല ഡിസിഷൻസ് ആയിരുന്നു. ആൻഡ് പോയിന്റ് ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാഫിയ ഫസ്റ്റ് പ്ലേസ് വിത്ത് 20 കിൽസ് ആൻഡ് 30 പോയിന്റ്സ് ആണ് ടോട്ടലി സെക്യൂർ ചെയ്തേക്കുന്നത്. ടഫിൽ ആൾക്കാർ കുറഞ്ഞു പോയെങ്കിലും അവർ നല്ല സെൻസിബിൾ ആയിട്ട് കളിച്ചു. അവര്